ഗൗതമ മഹർഷിയുടെ വിഭവസമൃദ്ധമായ വിരുന്നു സൽക്കാരവും കഴിഞ്ഞ് വിശ്വാമിത്രനും സംഘവും പിറ്റേന്നു പ്രഭാതത്തിൽ ആതിഥേയന്റെ അനുമതി വാങ്ങി മിഥിലാപുരിയിലേക്ക് പുറപ്പെട്ടു. അവർ സുദീർഘമായ കാട്ടുപാതകളിൽ കൂടി പല പ്രയാസങ്ങളും പിന്നിട്ട് ഗംഗയാറിന്റെ ശാഖകളിൽപ്പെട്ട ഒരു നദിയുടെ തീരത്തെത്തി. യാത്രക്കാരെ മറുകരയ്ക്കെത്തിക്കുവാൻ നാവികൻ നൗക കരയ്ക്കടുപ്പിച്ചു തയ്യാറായി നിൽക്കുന്നു. തലേ ദിവസം നടന്ന അഹല്യാശാപ മോചനത്തെ പറ്റിയുള്ള വൃത്താന്തം കർണാകർണികയാ എല്ലായിടത്തും പരന്നു കഴിഞ്ഞു. ഗുഹനും അത് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അയാൾ വിശ്വാമിത്രൻ അടക്കമുള്ള യാത്രിക സംഘത്തിന്റെ വരവും കാത്ത് തയ്യാറായി നിന്നിരുന്നത്. കാകുത്സ്ഥൻ കാൽകുത്തിയപ്പോൾ കല്യ കന്യകയായി മാറിയെന്ന് ആരോ ആ ശുദ്ധഹൃദയനെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നു. അതിനാൽ ശ്രീരാമൻ തോണിയിൽ കാൽകുത്താൻ ഭാവിച്ചപ്പോൾ നാവികനൊരു സംശയം. ശ്രീരാമന്റെ നഗ്നപാദം തരണിയിൽ പതിച്ചാൽ തരണി ഒരു തരുണിയായി മാറിയാലോ? കല്ലിനെ കന്യകയാക്കിയ കാലിനു തരണിയെ തരുണിയാക്കാനാണോ വിഷമം? അഷ്ടിക്ക് വകയുണ്ടാക്കി തരുന്ന തോണി തരുണിയായാൽ തൻ്റെ കഥ എന്താകും? ഒന്നിനെ തന്നെ പുലർത്താൻ പാടുപെടുന്ന തനിക്ക് മറ്റൊരുത്തിയെ കൂടി പോറ്റേണ്ടി വന്നാൽ? അക്കഥയോർത്തപ്പോൾ വെള്ളത്തിൽ നിന്നിട്ടും വള്ളക്കാരൻ വിയർത്തുപോയി. മാത്രമല്ല, ശ്രീരാമന്റെ പാദത്തിൽ കൽത്തരികൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പിശകാണ്. തുടച്ചു കളയാഞ്ഞാൽ വഞ്ചിയിൽ കാൽ വയ്ക്കുമ്പോൾ അവ പെൺകുഞ്ഞുങ്ങളായി പിറന്നാലോ? ഇങ്ങനെ ചിന്തിച്ച് നാവികൻ കുഴഞ്ഞു. അതിനാൽ അയാൾ ശ്രീരാമൻ വഞ്ചിയിലേക്ക് കയറാനൊരുങ്ങുമ്പോൾ ഓടി അടുത്തു ചെന്നു. തമ്പുരാനെ, അങ്ങയുടെ ഈ പാദങ്ങൾ അടിയൻ കഴുകി തുടച്ചു തരാം. കാലുവയ്ക്കാൻ അടിയൻ വഞ്ചിയിൽ ഈ ചേലത്തുണ്ട് വിരിച്ചു തരാം. എന്താ സംഗതി? വിശ്വാമിത്രൻ ഇടപെട്ടു. നാവികൻ തനിക്ക് അങ്ങനെ തോന്നലുണ്ടാവാനുള്ള കാരണങ്ങളെല്ലാം തുറന്നു പറഞ്ഞതോർത്ത് അപ്പോൾ അവിടെ മുഴങ്ങി. ശ്രീരാമനാകട്ടെ നിഷ്കളങ്കമായ ഭക്തിവിശ്വാസമോർത്ത് അവനെ മനസ്സാ ആശംസിച്ച് പുഞ്ചിരി തൂകി. കാരുണ്യാമൃതം മൂർന്ന ആ മധുരസ്മിതം സരളഹൃദയനായ നാവികനെ നിഷ്കാമ കർമ്മത്തിന്റെ മർമ്മം ഗ്രഹിപ്പിക്കുവാനുള്ള മന്ത്രോപദേശമായിരുന്നു. എന്നാൽ എല്ലാവരും അത് അറിഞ്ഞു വശായത് പിന്നീടാണ്. പുഴ കടന്ന് മറുതീരത്തിലെത്തി കരക്കിറങ്ങിയപ്പോൾ തോണിക്കാരന് കടത്തുകൂലി നീട്ടിയപ്പോൾ അവൻ വിശ്വാമിത്രനോട് പറഞ്ഞു, അടിയൻ ഇതൊന്നും വേണ്ട. അടിയൻ ചെയ്ത വേല വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ഈ ഉള്ളവന് സംസാരക്കടൽ കടക്കാനുള്ള ജീവിതയാത്രയിൽ വഴിച്ചോറ് നേടിത്തന്നു കഴിഞ്ഞു. അടിയന് അത് മാത്രം മതി. വിശ്വാമിത്രൻ വഞ്ചിക്കാരനെ പുണ്യപ്രദായകമായ അനുഗ്രഹം കൊണ്ട് കൃതാർത്ഥനാക്കി അനുയായികളോടുകൂടി യാത്ര തുടർന്നു.